ലൂക്കോസ് 17 അതിൻ്റെ 5-ാമത് വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഇത് വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ നാം വിശ്വാസികളെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ്. കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് അഭിമാനത്തോടെ തലയുയർത്തി പറയുന്നതിൽ നാം എപ്പോഴും ആനന്ദം കൊള്ളുന്നവരാണ്. കർത്താവിൻ്റെ ദാസനത് ആവർത്തിച്ചോർപ്പിച്ചു. കൃപയാലുള്ള വിശ്വാസം, അതിലാണ് ഹല്ലേലൂയ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആത്മീക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു രാജ്യമായാലും സംസ്ഥാനമാണെങ്കിലും നേരിടുന്ന വെല്ലുവിളിക്ക് അവർ പ്രതിവിധികൾ കണ്ടെത്താറുണ്ട്. ആഗോള വ്യാപകമായ സാമ്പത്തിക മാന്ദ്യത്തെ എങ്ങനെ നേരിടാമെന്നതിന് സാമ്പത്തിക വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ചർച്ചകൾ നടത്തി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന തത്രപ്പാടിലാണ് രാജ്യങ്ങളും സമൂഹങ്ങളും. അനുദിനം പുതിയ പുതിയ നൂതന ആയുധങ്ങൾ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് നേരെ അത് പ്രയോഗിച്ചാൽ ആ ആയുധങ്ങളെ എങ്ങനെ നിർവീര്യമാക്കാമെന്ന് കണ്ടുകൊണ്ട് തങ്ങളുടെ സൈന്യശക്തിയും ആയുധ ശേഖരണവും വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് ലോക സമൂഹങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ, ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു സഹോദര നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിക്ക് നാം എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. വത്സല ദൈവമക്കളെ, നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള യുദ്ധങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധങ്ങളും തലനാരിയുടെ കീറി പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുവാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കാറുണ്ട്. നല്ല കാര്യം, പഠന വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. അതിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആവേശം തന്നെയാണ്. പക്ഷെ നാം അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുപോയത് നമ്മുടെ തൊട്ട് മുമ്പിൽ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് നേരെ നാം മുഖം തിരിഞ്ഞിട്ടാണ് മറ്റു പലതിലേക്കും മുഖമുയർത്തി നിൽക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ യേശു കർത്താവ് ഓർപ്പിച്ച അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് എൻ്റെ വരവിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങൾക്കും അപ്പുറത്ത് ദൈവസഭ ദൈവസമൂഹം മറന്നുപോയത് അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും. ഹല്ലേലൂയ. വിശ്വാസത്യാഗം സംഭവിക്കും. ഇന്ന് രാത്രി നമുക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. മറ്റു പലതും വർദ്ധിപ്പിക്കാൻ നാം പ്രാർത്ഥിച്ചില്ലേ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് എന്തെല്ലാം വർധനവാണ് ജീവിതത്തിൽ തന്നത്. സാക്ഷ്യം പറയുവാൻ അവസരം ലഭിച്ചാൽ മണിക്കൂറുകളോളം ആവേശത്തോടെ കരമുയർത്തിയോ കരമടിച്ചോ പറയത്തക്കവണ്ണം നന്മകളുടെ കൂമ്പാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഈ മണ്ണിൽ പൊട്ടിമുളച്ച നന്മകൾക്ക് കൈയുയർത്തുന്ന കൈയടിക്കുന്ന ഞാനും നിങ്ങളും നെഞ്ചോട് കൈവച്ചുകൊണ്ട് ചോദിക്കണം, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് എൻ്റെ വിശ്വാസയാത്രയിൽ എന്തെങ്കിലും മൂല്യച്യൂത്യം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന രാത്രിയും കൂടെ ആയി മാറട്ടെ. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞ വചനം ഞാൻ ആവർത്തിക്കുന്നു. ഇത് മഹാപ്രതിഫലമുള്ളൊരു യാത്രയാണ്. ഈ യാത്രയുടെ പേര് വിശ്വാസയാത്രയാണ്. ഒരിക്കൽ നാം പാടിയില്ലേ, ഒന്നും കണ്ടിട്ടല്ല ജീവിത ആരംഭം, വിശ്വാസത്തിൻ്റെ കാൽച്ചുവടില സ്വർഗ ഭണ്ഡാരം തുറന്ന് സകലവും തരുമെന്ന്. അത് എനിക്ക് തോന്നുന്നില്ല ഭക്തന്മാർ പാടിയത് ഹല്ലേലൂയ തങ്ങളുടെ അത്താഴ പട്ടിണി മാറുമെന്നോ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമെന്നോ എന്ന മാത്രം സ്വപ്നമായിരുന്നില്ല. ഈ മണ്ണിനപ്പുറത്ത് കല്ലറയ്ക്കപ്പുറത്ത് ഒരു ചലിക്കുന്ന ജീവിതം ഞങ്ങൾക്കുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഉയരത്തിലെ ശ്രീഭണ്ഡാരം തുറന്ന് തമ്പുരാൻ തരുമെന്ന് വിശ്വസിച്ചവരുടെ 1, 2, 3 തലമുറകളാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ വിളിച്ചു പറയാം, ഞങ്ങളുടെ വിശ്വാസം നാൾക്ക് നാൾ വർദ്ധിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. പദം ഉറച്ചു പാടിപ്പാടി ആത്മാവിൽ മുന്നേറിയിട്ട് ഇന്ന് 2024 ഡിസംബർ മാസം 4-ാം തീയതി എത്തി നിൽക്കുമ്പോൾ വിശ്വാസത്തിന് എന്തു സംഭവിച്ചുവെന്ന് നാം ഇരുന്ന് ചിന്തിക്കേണ്ട, ഇരുന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് പല പ്രാർത്ഥനകളും നടത്തിയിട്ടുണ്ട്, പല ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിൽ ഭൗതികമായതൊന്നും പലപ്പോഴും 1-2 വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാമെന്നേ ഉള്ളൂ. ഒരിക്കൽ അവർ വന്ന് പറഞ്ഞ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. എന്തൊരു നല്ലൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമുക്ക് വേണമെങ്കിൽ പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കൂട്ടം ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവിടെ നമുക്ക് ആവേശം തരുന്നൊരു ചിന്തയുണ്ട്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ
നമുക്കറിയാവുന്നത് ചാട്ടുളി പോലെ ജനഹൃദയങ്ങളിലേക്ക് മാനസാന്തരത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന യോഹന്നാനെ നിങ്ങൾക്കറിയാം. മാനസാന്തര സ്നാനം കൊടുക്കുന്ന യോഹന്നാനെ അറിയാം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവിൽ തുള്ളി യോഹന്നാനെ അറിയാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന യോഹന്നാനെ ആരും കണ്ടിട്ടില്ല. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞത് യോഹന്നാൻ സ്നാപകൻ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു, കൂടെയുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് രാത്രി ഈ ബൈബിൾ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ വക്താവെന്ന് പറയട്ടെ, നിങ്ങളുടെ കൂടെ നടക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയുമോ? എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, ഞങ്ങളുടെ പാസ്റ്റർ, ഇന്ന അച്ചായൻ, ഇന്ന ആൻറ്റി പ്രാർത്ഥിക്കുന്നവരാ, അവർ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഇന്ന് രാത്രി മറ്റും പലതും പഠിപ്പിക്കുന്ന തിരക്കിൽ, മറ്റു പലതിനും കൊടി പിടിക്കുന്ന തിരക്കിൽ, മറ്റു പലതിനും കൈയടിക്കുന്ന തിരക്കിൽ ദൈവസഭ മറന്നുപോയി പ്രാർത്ഥിപ്പാൻ, മുഴങ്കാലിരിപ്പാൻ പിതാക്കന്മാർ ചെയ്ത അതേ പദ്ധതിയിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ദൈവസഭകൾ പ്രാർത്ഥനയുടെ ആത്മാവിലേക്ക് മടങ്ങി വരട്ടെ. മറ്റു പലതിനും സമയമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ രണ്ടുപേര് വന്ന് മൈക്കിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കാതെ മണിക്കൂറുകൾ കണ്ണുനീരോടെ മുഴങ്കാലിരുന്ന് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന ഭക്തന്മാരുടെ കാലം ഇന്നും അവസാനിച്ചിട്ടില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കയറിക്കിടക്കുവാൻ കിടപ്പാടം ഇല്ലാതിരുന്നിടത്തും ചെന്ന് കയറുവാൻ ഒരു സഭാ ഹോള് പോലും ഇല്ലാതിരുന്ന ഈ മണ്ണിൽ ഇത്രയും പേർക്ക് ആരാധിക്കാൻ അവസരമുണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മണ്ണിൽ മഴയേക്കാൾ തുള്ളി തുള്ളിയായി പെയ്തിറങ്ങിയ കണ്ണുനീരുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ആരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ പണത്തിൻ്റെ പെരുപ്പം കൊണ്ടോ കെട്ടിപ്പൊക്കിയതല്ല ദൈവസഭ എന്ന പ്രസ്ഥാനം. അത് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളും മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് നേടിയെടുത്ത വിജയമാണെന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ പറഞ്ഞ് അത് ഞങ്ങൾ തുടരും. അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ കൈമാറുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും. ഹല്ലേലൂയ. തിമോഥെയോസ് എന്ന ആ കൊച്ചു മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കുഞ്ഞെ, ഒത്തിരി ക്ഷീണമുള്ള ശരീരമാണ് നിൻ്റെതല്ലേ, കൂടെ നിനക്ക് ഭക്ഷണം കഴിച്ചാൽ പോലും ദഹനമില്ലല്ലോ, അജീർണം നിനക്കുള്ള മനുഷ്യനാ. ഈ കൊച്ചു പ്രായത്തിൽ നമ്മുടെ ഒരു നല്ല യൗവന പ്രായത്തിൽ മാറാത്ത ഒരു രോഗമൊക്കെ പിടിച്ചാൽ നമ്മുടെ തലയെ അത് വല്ലാതെ ബാധിക്കുമല്ലോ ദൈവമക്കളെ. അല്ലല്ലേ, നല്ല യൗവന പ്രായത്തിൽ 20 25 വയസ്സ് പ്രായമുള്ളപ്പോൾ, അല്ലെങ്കിൽ 30 ആയിക്കൊള്ളട്ടെ, ഒരു യൗവനക്കാരൻ്റെ ശരീരത്തിൽ ദഹനക്കേട് എന്ന അസുഖമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ഒരു യവനായൻ്റെയും ഒരു എബ്രായ സ്ത്രീയുടെയും മകനായി ഒരു ഭാഷ സമ്മിശ്രമുള്ള, സംസ്കാര സമ്മിശ്രമുള്ള, ആചാര അനുഷ്ഠാനങ്ങൾ വ്യത്യാസമില്ല ഒരു കുടുംബത്തിൽ വളരുന്ന ഒരു യൗവനക്കാരൻ. ഹല്ലേലൂയ. ഭയവും ഭീരുത്വമുള്ള ഒരു യൗവനക്കാരൻ. പക്ഷെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഭാഷ ഷിബു തോമസിനെ അല്ല ലോകം അറിയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ലീഡർഷിപ്പിനെ അല്ല അറിയേണ്ടത്. നമ്മുടെ തലമുറ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ, പ്രാർത്ഥിക്കുന്ന അമ്മച്ചി എന്ന ദൃശ്യമല്ലാതെ മറ്റൊന്നും കണ്ണുനീരിൽ പെടല്ലേ. എൻ്റെ ടൈറ്റിലോ, എൻ്റെ നേതൃത്വമോ, എൻ്റെ അലങ്കാരങ്ങളോ, എൻ്റെ ആഡംബരങ്ങളോ, സഞ്ചരിക്കുന്ന വാഹനമോ, വീടിൻ്റെ വലിപ്പവുമല്ല തലമുറ ഓർത്തു വെക്കേണ്ടത്. ഞാൻ അവരുടെ കണ്ണുനീർ കാണുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. യേശു അവരെ പഠിപ്പിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നൊക്കെ യേശു അവരെ പഠിപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ രാജ്യത്തെ എപ്പോഴാണ് സ്ഥാപിക്കാൻ പോകുന്നത്? യേശു പറഞ്ഞു, നിങ്ങൾ ഈ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ഒന്നും പറയേണ്ട, സമയമാകുമ്പോൾ പിതാവ് അതൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ അവർ യേശുവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? വളരെ പ്രസിദ്ധമായ യേശുവിൻ്റെ മറുപടി, നിങ്ങൾ ഭാരപ്പെടേണ്ട, എൻ്റെ നിമിത്തം ഭാര്യയോ ഭർത്താവിനെയോ അപ്പനെയോ അമ്മയോ ഏത് കഷ്ടങ്ങളോ പീഡകളോ നിന്ദകളോ ഹല്ലേലൂയ എന്തെങ്കിലും നഷ്ടങ്ങൾ ഈ മണ്ണിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് ഈ മണ്ണിലും വരുവാനുള്ള ലോകത്തിലും ഞാൻ പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അതിൻ്റെ പേര് തലതെല്ലി കരയൊന്നും വേണ്ട. ദേവദാസൻ പറഞ്ഞ പദം ആവർത്തിക്കുന്നു, ഇത് മഹാപ്രതിഫലമുള്ള ഒരു യാത്രയാണ്. അത് ഈ മണ്ണിലും വിണ്ണിലും ഒരുപോലെ തൻ്റെ ജനത്തിന് പ്രതിഫലം തരുന്നൊരു ദൈവത്തെയാണ് നാം ആത്മാർത്ഥമായി സേവിക്കുന്നത്. അതുകൊണ്ട് അധികം തലയിട്ട് തല്ലി ഈ മണ്ണിന് വേണ്ടി അലയരുതേ. മഹാപ്രതിഫലമുള്ളതാ. പോകുന്ന യാത്രയിൽ ഇന്ന് വരെ നടത്തിയ ഒരു ദൈവം അവധി എടുത്തിട്ടില്ല എന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? നിങ്ങളുടെ വയസ്സ് പറഞ്ഞാട്ട് 50 വർഷം 80 വർഷം 75 വർഷം എന്നെ നടത്തിയ, എൻ്റെ വലങ്കരം പിടിച്ച ഒരു ദൈവത്തെ എനിക്കറിയാമെങ്കിൽ അവൻ മേലാലും നടത്താൻ ശക്തൻ.
ദൂരഭാഷത്തുനാഥകന. അത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ മാതാപിതാക്കൾ തൻ്റെ ഇടം കാണിച്ചാട്ടെ. മോനെ മോളെ, എന്നെ, എൻ്റെ ഭാര്യ, അല്ലെ നിന്റെ മാതാപിതാക്കളെ ഇന്നു വരെ നടത്തിയ ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം, ആ ദൈവം നിങ്ങളെ നടത്തിക്കൊള്ളും എന്ന് ശക്തമായി വിളിച്ചു പറയണം. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീടാണ് ശിഷ്യന്മാർ ഒരവസരത്തിൽ വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. പ്രസംഗം അല്പം രൂക്ഷമായ ഭാഷയിലായിരിക്കാം, നിങ്ങൾ എന്നോട് പ്രതികരിക്കുകയൊന്നും ചെയ്യരുത്. കർത്താവിനോട് വചനം നിമിത്തം പ്രതികരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഈ പറയുന്ന സമയത്ത് വിശ്വാസമില്ലാത്തവരല്ല ഈ ശിഷ്യന്മാർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ എന്ത് വർദ്ധനവിന് വേണ്ടിയാണ് കൊതിക്കുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുവാനാണ് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഉത്സാഹിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മളെക്കാട്ടി വിശ്വാസവും നമ്മളെക്കാട്ടി കഴിവും നമ്മളെക്കാട്ടി പ്രാപ്തിയുമുള്ള ഒരു കൂട്ടം സമൂഹമായിരുന്നു ഈ ശിഷ്യന്മാർ. കാരണം ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു ഒരു സമൂഹത്തെ വിളിച്ച്, ശിഷ്യന്മാർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ വിളിച്ചിട്ട് ഇരണ്ടായ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ അവരെ പറഞ്ഞു വിടുകയാണ്. ആ പോകുന്ന പോക്കിൽ അവർ അധികാരമുള്ളവരായിട്ട് പോകുന്നത്, ഞങ്ങൾ പോകുന്നിടത്ത് രോഗികളെ സൗഖ്യമാക്കണം. നേരിട്ട് യേശുവിങ്കിൽ നിന്ന് രോഗശാന്തി ശുശ്രൂഷ പ്രാപിച്ചവരായിരുന്നു ഈ ശിഷ്യന്മാർ. 2, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. 4 സുവിശേഷം കൂടെ ചേർത്ത് പഠിച്ചാൽ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല. അപ്പോൾ ഇത്രയും ഒക്കെ ധൈര്യവും അധികാരവും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിലത്തും ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നിലത്തും താഴെയാണ്. സ്തോത്രമല്ലേ. ഏതെങ്കിലും ഒരു കൃപാവരത്തൊരു പ്രവാചകനെന്ന് ഒരിക്കൽ അറിയപ്പെട്ടാൽ പിന്നെ നടപ്പും ഭാവം മൊത്തം പ്രവാചകൻ്റെ നടപ്പിലാണ്, അല്ലല്ലേ. പ്രസംഗൻ എന്നറിയപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഒരിക്കൽ വീണ് കിട്ടിയാൽ പിന്നെ നമ്മൾ അതിൻ്റെ തലക്കനത്തിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ശിഷ്യന്മാരാ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, അടുത്ത് നിന്നാൽ ഭൂതം അലറി ഓടും. എന്തൊക്കെ പറയും. പിന്നെ ഇതാണോ ഇവന്മാരുടെ തൻ്റെ ഇടം നോക്കണം. ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയിലാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് ബൈബിൾ ഭാഷയും പ്രസംഗ ഭാഷയും കൂടെ ചേർത്തായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ആ ശമരിയയിലുള്ള സഭക്കാർ പറഞ്ഞു, ഇവരുടെ കൂടെ നമുക്ക് കൂടണ്ടാന്ന്. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ഏലിയാവ് ആകാശത്തുനിന്ന് തീ ഇറക്കിയതുപോലെ ഇവന്മാരുടെ മേൽ എന്തിറക്കട്ടെ, തീ ഇറക്കട്ടെ. എന്ന് ആലോചിച്ച് നോക്കി. യേശുവിനോട് ഇത് മുഖത്ത് നോക്കി പറയണമെങ്കിൽ എന്തോ ചങ്കൂറ്റമായിരിക്കും. കാരണം അവർക്കറിയാമായിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ എന്തോ ഇറങ്ങുമെന്ന്. നമ്മളും പറയുന്നല്ലേ ഈ കൂട്ടത്തിൽ, കർത്താവേ, അല്ലേ നീ ചോദിച്ചോണേ, എടുത്തി ഇറക്കണേ എന്നൊക്കെ രഹസ്യമായെങ്കിലും പ്രാർത്ഥിച്ചോണ്ടേ. അവനോട് ചോദിച്ചോണേ, കർത്താവേ, ആരോട് ചോദിക്കാനാ? അല്ലല്ല, സ്വന്തം കാര്യത്തിന് നീതി കിട്ടാത്ത ക്രിസ്തുവിനെ സേവിക്കുന്ന എനിക്ക് ഈ മണ്ണിൽ ഒരു നീതിയും കിട്ടത്തില്ല. പക്ഷേ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം മറന്നും പോകല്ലേ. ഈ മണ്ണിലെ നീതി ദൈവം തീരുമാനിച്ചോളും. നമ്മൾ നീതിക്ക് വേണ്ടി കരയണ്ട, നമ്മൾ നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ട. കാരണം നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം നമുക്ക് അന്നും ഇന്നും യോഗ്യമല്ല, അതറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ശിഷ്യന്മാർക്ക് ഇത്രയും തൻ്റെ ഇടമാണ്. ഇത്രയും തൻ്റെ ഇടമുള്ളവരാണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് വർദ്ധിപ്പിക്കണം? വിശ്വാസം. ഇതിൻ്റെ ഒരു 10-1 ഞാൻ പ്രാർത്ഥിക്കാറില്ല, എനിക്ക് വിശ്വാസം വേണം. ഞാൻ വേണേൽ പറയും, ഞാൻ അന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച ആ ജോലി കിട്ടിയത്, ഞാൻ 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് പിടിച്ചു വാങ്ങിയെന്നൊക്കെ പറയുന്ന തൻ്റെ ഇടമുള്ള ആത്മീയരാണ് നമ്മൾ. അതിൻ്റെ ഇടയ്ക്കാണ് യേശുവിനോട് ഇവർ വന്ന് പറയുന്നത്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. അപ്പോൾ അതെന്താ കാരണം എന്നറിയണം. അപ്പോൾ വിശ്വാസം എന്താണെന്നും വിശ്വാസത്തിൻ്റെ ആധാരം എന്താണെന്നും എന്തിനാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതെന്നും ഈ 4 കാര്യം പറയാനാണ് 4 ദിവസം ഞാൻ പ്ലാൻ ചെയ്തത്. 2 ദിവസം എനിക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഇന്നും നാളെയും കൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് നിർത്താം. സ്തോത്രം. എന്താണ് ഹല്ലേലൂയ കാരണം? ലൂക്കോസ് 17-ാം അധ്യായത്തിൻ്റെ എടുത്തെങ്കിൽ വായിച്ചോട്ടെ, 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് അവർക്ക് പറ്റിയതെന്ന് നമുക്കൊന്നറിയണ്ടേ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നവന് നന്ന്. ഇത് നമ്മളോടല്ല, ശിഷ്യന്മാരോട് പറഞ്ഞത്, പേടിക്കണ്ട. സൂക്ഷിച്ചു കൊള്ളുവീൻ. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക. സഹോദരൻ പിഴച്ചാൽ അവനെ എന്ത് ചെയ്യണം? ശാസിക്കണം. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. മാനസാന്തരപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം?
ക്ഷമിക്കണം. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും. ഇനി കണക്ക് ഞാൻ പറയുകയാണ്. ഒരു ദിവസം 7 പ്രാവശ്യം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് 7 പ്രാവശ്യം നിന്റെ അടുക്കൽ വന്ന് ഞാൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഞാൻ മാനസാന്തരപ്പെടുന്നു പറയുകയും ചെയ്ത അവനോട് ക്ഷമിക്കാം. ഇത്രയും പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. രോഗശാന്തി ശുശ്രൂഷയൊക്കെ പൊടിപൂരമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ല, അന്യഭാഷ ഞങ്ങൾ ചറ പറ എന്ന് പറയും. ഞങ്ങൾ വേണമെങ്കിൽ മരിച്ചവരെ എഴുന്നേൽപ്പിക്കും. ഇവിടെ ഞങ്ങൾ തീ ഇറക്കം വേണേ പന്തലിനകത്ത്. പക്ഷെ സഹോദരനോട് ക്ഷമിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. അത് വർദ്ധിപ്പിച്ചു തരാം. ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിലെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ കുത്തിമുറിവേൽപ്പിച്ച സന്ദേശമായി ഇത്. നമുക്ക് വേണ്ടത് ഹല്ലേലൂയ ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ വർധനവാണ് വേണ്ടത്. കൂടെ ഇരുന്ന് ആരാധിക്കുന്നവനോട് ക്ഷമിക്കാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കൂടെ ശുശ്രൂഷിക്കുന്നവനോട് ക്ഷമിക്കുവാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കൂടെ പാർക്കുന്ന എൻ്റെ ഭാര്യയോട്, കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിനോട്, എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കളോട്, ഒരേ ഉദരത്തിൽ പിറന്ന എൻ്റെ സഹോദരനോട്, ഒരു പായിലിരുന്ന് ആരാധിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനെ ആലിംഗനം ചെയ്യാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരും ആത്മാവിൽ തുള്ളിയില്ലെങ്കിലും ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ ഈ പ്രസംഗ ശുശ്രൂഷ വിജയിച്ചുവെന്ന് അഭിമാനം കൊള്ളുന്നവനാ ഞാൻ. അത് എൻ്റെ ഹൃദയത്തെ വെട്ടി മുറിവേൽപ്പിക്കുന്ന കൊണ്ട് ആത്മാവിൽ പറയുന്നു. ഹല്ലേലൂയ. ഈ എൻ്റെ വെള്ള ഷർട്ട് കണ്ടുകൊണ്ട്, എൻ്റെ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾ വിധിക്കരുത്. എൻ്റെ ഹൃദയത്തെ കാണുന്ന പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അകം നോക്കി ഞാൻ പറയുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം ലേഖനം 13-ാം അധ്യായം വായിക്കേണ്ട കാണാതറിയാവുന്ന വാക്യമല്ലേ. പൗലോസ് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും. ഞങ്ങൾ മനുഷ്യരുടെ ഭാഷയെ സംസാരിക്കും. 1.5 മണിക്കൂറല്ല 4 മണിക്കൂർ കിട്ടിയാലാണോ പ്രാസം ഒപ്പിച്ച് കനം ഒപ്പിച്ച് വാക്കുകൾ അടുക്കും ചിട്ടയോടെ പറയാനാണോ പാട്? ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി തൻ്റെ ഇടം, ഇച്ചിരി ഹല്ലേലൂയ കഴിവും, ഇച്ചിരി മിടുക്കും, ഇച്ചിരി സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ വേണേ നമുക്ക് പ്രസംഗിച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ദൂതന്മാരുടെ ഭാഷയിലും പായങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരാന്നറിയാവും. ഹല്ലേലൂയ. പാട്ടങ്ങോട്ട് തുടങ്ങി മൂത്ത് കഴിയുന്നിടം വരെ ഞങ്ങൾ കൈയടിക്കാതിരിക്കും. അവസാനം ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് അടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇടം വല നോക്കത്തില്ല, നമ്മൾ തകർത്ത് കളയും. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലാത്ത ഭാഷ വെറും ചെമ്പ് മുഴങ്ങുന്ന പോലെ. റീബാല ഹത്തുരാധകന. എന്ന് രാത്രി 100-ൽ 100 മാർക്കിട്ട് നിങ്ങൾ പോകും. നല്ല പ്രസംഗമായിരുന്നു, ഓ എല്ലാവരും കൊള്ളാം. പക്ഷേ സ്വർഗം പറയും വട്ടപൂജ്യം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് സ്വർഗത്തിൻ്റെ ഭാഷയിൽ ഇത് മുഴങ്ങുന്ന ചെമ്പോ വെറും കൈത്താളമായി മാറുകയാണ്. എന്താ അടുത്ത വാക്യം? 2-ാം വാക്യം പറയുന്നത്, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളെയും 1, 2, 3 എന്ന് പറഞ്ഞ് അക്കമിട്ട് വ്യാഖ്യാനിക്കാമെങ്കിലും. ഹല്ലേലൂയ. ഇനി മലകളെ നീക്കാൻ പറ്റിയ, ശ്രദ്ധിക്കണേ, മലകളെ നീക്കാൻ പറ്റിയ വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. മലയെ നീക്കുന്ന വിശ്വാസത്തെക്കാൾ വലിയ വിശ്വാസമാണ് സഹോദരനോട് ക്ഷമിക്കുന്ന വിശ്വാസം. അത് തിരിച്ചറിയുന്ന സ്തോത്രം ചെയ്യും. റീബാല ഹത്തുര. ഈ 2024 IPC സ്റ്റേറ്റ് കൺവെൻഷനിൽ ഒരു മുടന്തൻ സൗഖ്യമായില്ലെങ്കിലും, ഒരു രോഗിക്ക് ഒരു രോഗം മാറിയില്ലെങ്കിലും, ചിലരുടെ അകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചെങ്കിൽ ഈ കൺവെൻഷൻ വിജയിച്ചുവെന്ന് അഭിമാനത്തോടെ പറയുവാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം നമുക്കറിയണം ഈ വിശ്വാസം എന്താണെന്ന് അറിയണ്ടേ. എബ്രായ ലേഖനം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC തോമസ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് വളരെ ശക്തമായ ദൂത് ആവേശത്തോടെ ധനിദാസനെ ഓർപ്പിച്ചു. ഞാൻ അഭിനന്ദിക്കും. നല്ല സന്ദേശം. കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്തിരിക്കുന്ന നല്ല പ്രാഗൽഭ്യം. തൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ പലപ്പോഴും വായിക്കാറുണ്ടായിരുന്നു. നല്ല ആശയ സമ്പുഷ്ടതയോടെ എഴുതുന്ന ഒരു ദൈവദാസനും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനം കൂടെയാണ്. എബ്രായർ 11-ന്റെ 1-ാം അധ്യായം പെന്തക്കോസ്തുകാരുടെ കാണാതുള്ള വാക്യമാണ്. കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും പറയും. വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ, നിർവചനം പറഞ്ഞാൽ ചാടിക്കറി പറയും. നമ്മൾ പറഞ്ഞാട്ടെ, ഇനി ഇത്രയും പേര് ഇരിക്കുമല്ലേ, ആവേശത്തോടെ പറഞ്ഞാട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. ഇതിന്റെ ഉത്തരം കൂടെ ഞാൻ ചോദിക്കാം, അതിനും കൂടെ മറുപടി വരാൻ തറയേക്കണം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ഈ 2 കാര്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം. എന്നോടും പരിശോധന ചോദിച്ചത്, നിങ്ങൾ എന്താ ആശിക്കുന്നതെന്ന് അറിയേണ്ടെന്ന്. കർത്താവിൻ്റെ ദാസൻ അതാ പറഞ്ഞു പിടിപ്പിച്ചേ. നമ്മളെ ആശിക്കുന്നതിൻ്റെ ഉറപ്പാ. ചാക്കോച്ചനേക്കാൾ വലിയ വീട് ഞാൻ ആശിക്കുന്നു, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് 2024 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ്. അതല്ല ആശ.
വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു കണ്ണ്. ഈ മണ്ണിൽ ഏത് കണ്ണ് കാണാത്ത, ഏത് ചെവി കേൾക്കാത്ത, ഏത് ഹൃദയത്തിൽ തോന്നാത്ത ഏതെങ്കിലും പൊട്ടി മുളച്ചിട്ടുണ്ടോ? ഇയ്യോബിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതെല്ലാം പണ്ടുണ്ടായിരുന്നതാ. കുഴിച്ചെടുത്താൽ അത് പണ്ടുണ്ടായിരുന്നതാ. ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ പണ്ടുണ്ടായിരുന്നതാ. ഭൂമിയും അതിലുള്ളതും സകലതും പണ്ടുണ്ടായിരുന്നതാ. ഒരു കണ്ണും കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഒരു ഹൃദയത്തിൽ തോന്നാത്ത ഒന്നും ഈ മണ്ണിലില്ലെന്നേ. ഹല്ലേലൂയ. അപ്പോൾ അറിയണം, വിശ്വാസം എന്നാൽ ആശിക്കുന്നതിന് ഉറപ്പാണെങ്കിൽ എന്താ നമ്മുടെ ആശ? നമ്മുടെ ആശയ്ക്ക് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ പദമാണ്, നമ്മുടെ ആശ പ്രത്യാശയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. അതിൻ്റെ പേരിലല്ലലിയ ബ്ലസ് കോഴഞ്ചേരി എന്നോ പ്രത്യാശ ഉത്സവം എന്നൊന്നും പറഞ്ഞ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഈ മണ്ണിൽ നിന്ന് പറന്നുയരുന്ന ഭക്തന്മാരുടെ ചിറകിൻ്റെ പ്രത്യാശയാണ്. ഈ മണ്ണിലെ ഒരു ഈയക്കട്ടിക്കും എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഈ മണ്ണിലെ ഒരു ക്ലേശങ്ങൾക്കും എന്നെ താക്കാൻ കഴിയത്തില്ല. എൻ്റെ രോഗത്തിനോ നിന്ദയ്ക്കോ കട്ടത്തോ അപമാനത്തിനോ ചങ്ങലയ്ക്കോ വാളിനോ തകർച്ചയ്ക്കോ വരുവാനുള്ളതിനോ ഈ ലോകത്തിലുള്ളതിനോ ദൂതന്മാർക്കോ അവകാശങ്ങൾക്കോ മരണങ്ങൾക്കോ ഉയർച്ചകൾക്കോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ആശ? നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുക. ഓരോരുത്തരും മാറ്റം നിർത്തി ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാട്ട് അവരെന്താ പറഞ്ഞ് എനിക്കറിയത്തില്ലാണ്. ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളോട് ചോദിക്കുന്നു, എന്നോട് ചോദിച്ചാട്ടെ. എനിക്ക് കുറേ ആശകളൊക്കെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ആരണ്ട് പറഞ്ഞപ്പോൾ എന്നെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന്. കിട്ടിയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അതും അവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആശ എന്താണ്? എസ്തേർ ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ എസ്തേറിനോട് ചോദിച്ചു, കുഞ്ഞാ നിൻ്റെ ആശ എന്താ? 127 സംസ്ഥാനം ഭരിക്കുന്ന രാജാവാണ്. നിൻ്റെ ആശ എന്താണ്? സ്തോത്രം. ഇവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി അടി ഉണ്ടാക്കിയാണ്. ഒരു മുറിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ 63.5 ഹല്ലേലൂയ സംസ്ഥാനം എഴുതി കൈ തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു, ഇതല്ല എൻ്റെ ആശ. എൻ്റെ ആശ എൻ്റെ ജനത്തിൻ്റെ വിടുതലാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ ഹല്ലേലൂയ ഇവിടുത്തെ ഹല്ലേലൂയ മണ്ണിലെ ഹല്ലേലൂയ തിളങ്ങുന്ന വസ്തുക്കൾക്ക് വേണ്ടിയല്ല. ഇന്ന് രാത്രി നിലമ്പൂരിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ പറയുന്നു, ദൈവസഭയുടെ ആവശ്യം എന്ന് പറയുന്നത് കട്ടത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അല്ല, നിരാശയിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. പിശാചിന്റെ വാള് തലയ്ക്ക് നേരെ ഓങ്ങി നിത്യം അഗ്നിയിലേക്ക് വീഴുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർ വിടുവിക്കപ്പെടണം. അതാ ഞങ്ങളുടെ ആശ. ഒരു കൺവെൻഷൻ കൂടെ നടത്തി എന്നല്ലല്ലോ നമ്മുടെ സല്ല. ഈ മണ്ണിൽ വീണ്ടും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആത്മാക്കൾ വിടുവിക്കപ്പെടണം. അതാ ഞങ്ങളുടെ ആശ. നെഹമ്യാവേ, സാറിൻ്റെ ആശ എന്താ? നല്ല ജോലിയല്ലേ? ഹല്ലേലൂയ. അർത്ഥകഷ്ട രാജാവിൻ്റെ അരമനയിൽ കപ്പിൽ ഹല്ലേലൂയ നുരഞ്ഞു പൊങ്ങുന്ന വീഞ്ഞു കൊണ്ട് കൊടുത്തിട്ട് ആവശ്യത്തോടെ നിൽക്കുന്ന ആശ. ഹല്ലേലൂയ. അനുഗ്രഹപ്പെട്ട ജോലിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്താ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്? അവൻ പറയും, എൻ്റെ മുഖം വാടിയിരിക്കുന്നത് അടുത്ത ജോലി കിട്ടാൻ വേണ്ടിയോ അടുത്ത കസേര കിട്ടാൻ വേണ്ടിയുള്ള പിടിവലിയല്ല. എൻ്റെ ആശ ഞങ്ങളുടെ പിതാക്കന്മാർ കെട്ടിപ്പൊക്കി മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ വെച്ച വാതിലുണ്ട്, അത് ചുട്ടുവെന്ത് കിടക്കുന്നു. അന്യായത്തങ്ങൾ ആലയത്തിനകത്ത് കയറുന്നു. പാട്ടും പ്രാർത്ഥനയുമുള്ള ദേവാലയം ഉണ്ടെങ്കിലും ലോകമകത്ത് കയറുന്ന പല വഴികളും ഞങ്ങൾ കാണുന്നു. അത് ഇടിഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ഈ വാതിലുകൾ വീണ്ടും പണിയണം, ഈ കഥകൾ വീണ്ടും പണിയണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കും? പണ്ടത്തെ പോലെ വിശുദ്ധിയോടൊരു കാലം, അകത്തുള്ള ആത്മീയ നന്മ ശത്രു ചുമന്നു കൊണ്ടുപോകാതെ, പുറത്തെ ലോകം അകത്ത് കയറാതെ ഞങ്ങൾക്ക് കെട്ടുറപ്പുള്ള ഒരു വിശ്വാസ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം വേണം. ഹല്ലേലൂയ. ആർക്കും വന്ന് നൃത്തം ചെയ്യാനുള്ള സ്ഥലമല്ല ദൈവമക്കളുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. അഭിഷിക്തന്മാർ ഇരിക്കുന്ന ഈ ഇരിപ്പിടം, ഞങ്ങൾക്ക് ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ചുമന്ന് വിരിച്ചതിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. വിശുദ്ധന്മാർ ശുശ്രൂഷിക്കുന്നിടത്ത് അശുദ്ധൻ്റെ നൃത്തം സമ്മതിക്കരുത്. വിശുദ്ധന്മാർ പാടുന്നിടത്ത് അശുദ്ധൻ്റെ അതിരം പൊങ്ങാൻ സമ്മതിക്കരുത്. വിശുദ്ധൻ കരനഴി അടിക്കുന്നിടത്ത് അശുദ്ധൻ്റെ കൈ ചൂണ്ടുവാൻ സമ്മതിക്കരുത്. വിശുദ്ധൻ പ്രസംഗിക്കുന്നിടത്ത് അശുദ്ധൻ്റെ അതിരം മുടങ്ങാൻ സമ്മതിക്കരുത്. നാം വാതിൽ പണിയണം, നാം വാതിലുകൾ പണിയണം, കട്ടളകൾ വെക്കണം, മതിൽ കെട്ടിപ്പൊക്കണം. അതാ എൻ്റെ ആശ. നമ്മുടെ ആശകളൊക്കെ ഇന്ന് രാത്രി ഒന്ന് പുതുക്കം പ്രാപിക്കട്ടെ. നാം തെറ്റിപ്പോയി പലതിലും. മണ്ണിലെ മഹത്വത്തിന് വേണ്ടി പണം മുടക്കി, മണ്ണിലെ മഹത്വത്തിന് വേണ്ടി ആളുകൂട്ടി, മണ്ണിലെ മഹത്വത്തിന് വേണ്ടി പേരുണ്ടാക്കാൻ ശ്രമിച്ചു. മടങ്ങി വന്നാട്ട് ദൈവസഭ. ആലയം പണിത് നല്ല കാര്യം. സെരുബാബേലും ഹല്ലേലൂയ എസ്രായൊക്കെ ആലയം പണിതു. അകത്ത് യാഗമുണ്ട്, അകത്ത് യാഗപീഠമുണ്ട്, പുരോഹിതന്മാരുണ്ട്. പക്ഷെ മ്ലേച്ഛതയാണ് നടക്കുന്നത്. കാരണം
പൊളിഞ്ഞ വാതിലും ഇടിഞ്ഞ മതിലും ഇത് കെട്ടിപ്പൊക്കിയേ മതിയാകും. ദുരബ ശകുനാരകനവതുരാതകന. ഈ പ്രസംഗം തീർക്കണം എന്ന് എനിക്ക് നിർബന്ധം തോന്നുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പറയുക, ഞാൻ എഴുന്നേറ്റോളാം, ഞാൻ പ്രാർത്ഥിച്ചു പണിതോളാം, ഞാൻ കണ്ണുനീരുറക്കാം, ഞാൻ രാത്രി ഒരിക്കൽ കൂടി ഉണരാൻ തയ്യാറാ, ഞാൻ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കാം, ഞാൻ ഉപവസിക്കാൻ തയ്യാറാ, ഞാൻ ചില ദിവസങ്ങളിലേക്ക് വേർപെട്ടിരിക്കാൻ പോകുക, എനിക്ക് കാണണം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സഭകളിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ കെട്ടിപ്പണിയുന്നത്, തുരന്ന് ശത്രു തുരന്നു കൊണ്ടുപോയത് തിരിച്ചു പിടിക്കുന്ന വർഷമാണെന്ന് എത്ര പേർ ആത്മാവിൽ ദൂത് പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ദാവീദിനോട് ചോദിക്കുന്നു, സാറേ അങ്ങയുടെ ആഗ്രഹം എന്താ? ഹല്ലേലൂയ. നല്ലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു സിംഹാസനം രാജസ്ഥാനമൊക്കെ ഉണ്ട്, നല്ല തിളങ്ങുന്ന കിരീടം തലയിലുണ്ട്, വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സാക്ഷ്യം പറയത്തക്ക വേണം. ഒരിക്കൽ ഞാൻ പാറപ്പുറത്ത് ആടിനെ മേയിച്ച് നടന്നവനാണ്, ഇപ്പോൾ ദൈവം എന്നെ കസേരയെ കൊണ്ടിരുത്തി സിംഹാസനം തന്നു, എത്ര വേണമെങ്കിലും ഞാൻ സാക്ഷ്യം പറയാം, പുസ്തകം എഴുതാം, ജീവചരിത്രം എഴുതാം. പക്ഷേ ദാവീദ് പറഞ്ഞു, എൻ്റെ ആശ അതല്ല, ഈ സിംഹാസനമല്ല എൻ്റെ വലുത്. ഹല്ലേലൂയ. എനിക്ക് ശേഷം എൻ്റെ തലമുറ ഇവിടെ ഇരുത്തണം എന്നല്ല എൻ്റെ സ്വപ്നം. എൻ്റെ സ്വപ്നം 27 സങ്കീർത്തനം 4 വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ, അത് തന്നെ ഹല്ലേലൂയ. 1920, 1980, 1990, 2000 എൻ്റെ ആശ ഞാൻ ചേഞ്ച് വരുത്തിയില്ല. അന്നും ഇന്നും എനിക്കൊരൊറ്റ ആശ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അത് പെട്ടകത്തിൻ്റെ മുമ്പിലാണെങ്കിലും, അത് കാട്ടിലാണെങ്കിലും, അത് കൊട്ടാരത്തിലാണെങ്കിലും, അത് ഗുഹയിലാണെങ്കിലും, അത് ശൗലിൻ്റെ കുന്തമുനയുടെ മുമ്പിലാണെങ്കിലും, അതല്ലെങ്കിൽ ശിമയുടെ ശാപവാക്കിൻ്റെ മുമ്പിലാണെങ്കിലും, എനിക്ക് ഒറ്റ ആശയുള്ളൂ, യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ. എത്ര പേർ ആത്മാവിൽ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയും, ഐ ഹാവ് ഓൺലി വൺ ഡിസയർ, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അത് മാറത്തില്ല, മരിക്കുവോളം അവസാന ശ്വാസം വരെ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ യേശുവിനെ ആരാധിക്കണം. വിശുദ്ധന്മാർ എത്ര പേർ വിളിച്ചു പറയും ഹല്ലേലൂയ? അത് പാട്ടുകാരുണ്ടെങ്കിലും പാട്ടുകാരില്ലെങ്കിലും, ലീഡ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതാണ് എൻ്റെ ആശ. ഈ മണ്ണിലും അക്കരെ നാട്ടിലും അവൻ്റെ മുഖം കണ്ട് എനിക്ക് യേശുവിനെ ആരാധിക്കണം. അതിക്കുറഞ്ഞതൊക്കെ മായാമോഹങ്ങളാ, അതിക്കുറഞ്ഞതൊക്കെ താൽക്കാലിക ഭോഗങ്ങളാ, അതിക്കുറഞ്ഞതൊക്കെ ഈ ലോകത്തിൻ്റെ നന്മകളാ, അതിക്കുറഞ്ഞതൊക്കെ മണ്ണാണെന്ന്, ചപ്പാണ്, ചവറാണ്. ആരാ പറഞ്ഞത്? പൗലോസ് പറഞ്ഞു. ഹല്ലേലൂയ. അതിക്കുറഞ്ഞതൊക്കെ ചവറാണെന്ന്. രക്ഷിക്കപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച പിറ്റേന്ന് രാവിലെയല്ല പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതിയത്. വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണല്ലോ. ഏകദേശം തൻ്റെ ശുശ്രൂഷയുടെ കുറച്ച് മുന്നോട്ട് കാലങ്ങൾ പോയി. 10-28 വർഷം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 3 ശതാബ്ദത്തോളം കഴിഞ്ഞിട്ടാണ്, 30 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എഫേസർ, ഫിലിപ്പിയർ, കൊലോസ്യ, ഫിലോമ ലേഖനങ്ങൾ താൻ എഴുതുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ താൻ തൻ്റെ ആഗ്രഹം പറയുകയാണ്. അല്ലേ, ആ ആഗ്രഹം നേടാൻ വേണ്ടിയാ ഞാൻ ലാഭമായിരുന്നൊക്കെ ചവറന്നെണ്ണി. എന്തിനു വേണ്ടി എന്ത് കളഞ്ഞുവെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ലാഭമായിരിക്കുന്നതൊക്കെ ഛേദമെന്നെണ്ണിയതും എല്ലാം ഛേദമെന്നെണ്ണിയതും ഇപ്പം എല്ലാം ചവറെന്ന് 3 വ്യാഖ്യാനിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം വിടുന്നു. ഒരു പ്രാവശ്യം എനിക്ക് ലാഭമുള്ളത് മതിയായിരുന്നു വേണ്ടാന്ന് വെച്ചത്, പിന്നീട് പറഞ്ഞ് എല്ലാം വേണ്ടാന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാറ്റിനോടും ചവറിൻ്റെ ഒരു മോഹം എനിക്കുണ്ടായി. ഇതൊക്കെ വെച്ചതിൻ്റെ കാരണം ഫിലിപ്പിയർ 3:9 മുതൽ 11 വരെ, അവനിലിരിക്കേണ്ടതിനും ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനെ മരിച്ചവരെ നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന്. അപ്പോസ്തലനായ പൗലോസേ, അങ്ങയുടെ ആശയം എന്താണ്? 30 വർഷത്തെ സുവിശേഷ പരിചയമുള്ള ഹല്ലേലൂയ കർത്തദാസനെ, അപ്പോസ്തലനെ, ലോകപ്രശസ്തനെ, സഭാസ്ഥാപകനെ, ഹല്ലേലൂയ ആത്മീയ ശുശ്രൂഷ നിർബാധം ചെയ്യുന്നവനെ, വാക്ചാതുര്യമുള്ളവനെ, സ്വന്തം കേസ് വാദിക്കത്തക്കവണ്ണം ഹല്ലേലൂയ തൻ്റെ ഇടവും അറിവുമുള്ളവനെ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങയുടെ ആഗ്രഹം എന്താ? വല്ല വിധേനയും ഈ മണ്ണ് വിട്ടൊന്ന് പോകണം. ഇന്ന് രാത്രി എല്ലാവർക്കും മണ്ണിൽ താളങ്ങൾ കെട്ടിയടിച്ച് കുറ്റിയടിച്ച് കൂടാരമുറപ്പിച്ച് ഒന്നിനു മുകളിൽ ഒന്ന് കെട്ടിപ്പൊക്കുന്നു. ഞാൻ ഭൗതികത്തിനെതിരല്ല, ഭൗതികത്തിൽ വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടി അതിൽ സന്തോഷത്തോടെ ഓർക്കതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറുവശമാണ് പറഞ്ഞു വരുന്നത്. അവിടെയല്ല പൗലോസിൻ്റെ സ്വപ്നം ഉയരത്തിലുള്ളത് ആരാധിക്കണമെന്ന് കർത്താവിനെ. അപ്പം എന്താണ് ആശ? അടുത്ത ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് ആശ?
ഹല്ലേലൂയ. യേശുവിനെ പോലെ ആകുന്നതാ എൻ്റെ ആശ. ഹല്ലേലൂയ. അതിൻ്റെ ഉറപ്പാ വിശ്വാസം. ഹല്ലേലൂയ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ചോദിച്ചാൽ ഞാൻ വിശദീകരിച്ച് തരാം. അത് ഹല്ലേലൂയ ദൈവശാസ്ത്രപരമായിട്ടാണെങ്കിൽ എൻ്റെ ആശ, വിശ്വാസം എന്നത് ഈ മണ്ണിൽ ഞാൻ ജീവിക്കുമ്പോൾ 3.5 വർഷം ഈ മണ്ണിൽ മനുഷ്യനായി പിറവിയെടുത്ത യേശു എങ്ങനെ ജീവിച്ചു അതുപോലെ എനിക്ക് ജീവിക്കണം. ആ ആശയുടെ ഉറപ്പാ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതിന് ഓരോ ദിവസവും കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളയണം, കണ്ണിടർച്ച വരുത്തിയാൽ ചൂഴ്ന്ന് കളയണം, കാലിടർച്ച വരുത്തിയാൽ മുറിച്ച് കളയണം. ഒറ്റക്കണ്ണനോ ഒറ്റക്കാലുള്ളവനോ ഒറ്റക്കൈയുള്ളവനായി നിത്യനരകത്തിൽ സ്വർഗത്തിൽ പോകുന്നതാ. ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി വെച്ചിട്ട് നിത്യാഗ്നിയിൽ പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്നുള്ളത് കൊണ്ട് എൻ്റെ യേശുവിനെ പോലെയാകുന്നതാ എൻ്റെ ആശ. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട്, പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യ സ്വഭാവത്തിന് ഏകീഭവിക്കപ്പെടുക. ഐഡൻറ്റിഫൈങ് വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെയായി തീരുക. അവിടെ ആ ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, സഹോദരനോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു പ്രാവശ്യമൊക്കെ സോറി ബ്രദറെ, ആട്ടെ ബ്രദറെ, ഇനിയും അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. 2, 3, 5, 6 കഴിഞ്ഞാലോ? ഹല്ലേലൂയ. നിവൃത്തിയായെന്ന് അവസാന ശ്വാസം വരെയും ഇതേ സ്വഭാവത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് വിശ്വാസം വേണം. ഹല്ലേലൂയ. ഇടത്ത് കിടക്കുന്ന വലത്ത് കിടക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, അനുദപിച്ച കള്ളനോട് പോരുമോനെ എൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്ഷമയുടെ ശീലം. ഹല്ലേലൂയ. ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കാല് കഴുകിക്കൊടുക്കുന്ന ക്ഷമയുടെ ശീലം, തള്ളിപ്പറയുന്നവനെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ക്ഷമയുടെ ശീലം. ഇതില്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 2ാം ഭാഗം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒന്ന്, ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ എനിക്ക് യേശുവിനെ പോലെ 4 പേരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. അതാ എൻ്റെ ആശ. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെയൊക്കെ സ്വപ്നമുണ്ട്? പക്ഷേ ഞങ്ങൾ വേറെ ഒത്തിരിയൊക്കെ സ്വപ്നം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഈ 4 ദിവസത്തെ കൺവെൻഷനിൽ പ്രത്യേകം ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞ് വെളിപ്പാടൊക്കെ പറഞ്ഞ് മുന്നോട്ട് വിളിച്ചു നിർത്തി അലയാക്കി അരി ആട്ടുന്ന പോലെ ആട്ടി ദൂതൊക്കെ പറയുന്ന ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ചുരുങ്ങിയ പക്ഷേ ഇന്നും നാളെയെങ്കിലും, ഞാൻ പറയുമ്പോഴെങ്കിലും, കർത്താവ് വന്നില്ലെങ്കിൽ, പക്ഷെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. വലയെറിഞ്ഞ് കൈതഴമ്പിച്ച മത്സ്യത്തിൻ്റെ ചൂരും മണവുമുള്ള ശിഷ്യന്മാർ. സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. മിടുക്കന്മാർ, അവർക്ക് തോറയൊക്കെ നന്നായിട്ട് 12ാമത്തെ വയസ്സ് വരെ ന്യായപ്രമാണം പഠിച്ചിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഷ പറയുക, ഇനി സ്കൂളിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചവരാ. കാരണം ഇവരുടെ കൂടെ പഠിച്ച് MA പാസ്സായവന്മാരാണ് സന്നഗതിരി സംഘത്തിൽ ഇരിക്കുന്നത്. അവർ പറഞ്ഞു, സാമാന്യ ജനം, പഠിപ്പില്ലാത്തവർ, നമുക്കറിയത്തില്ല, 1994 അവൻ സ്കൂൾ വിട്ട് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ പറഞ്ഞ് മലബാറിൽ പോയി ശൂഷണ വേലയ്ക്ക് പോവാം. ഹല്ലേലൂയ. അവൻ പറയേ, ഞാനല്ലേ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകാമെന്ന്, പോഷൻ എന്നൊക്കെ പറഞ്ഞ 2 എണ്ണം. അവന്മാരോട് പറയുക, ഇവർ സാമാന്യ ജനവും പഠിപ്പില്ലാത്തവരുമാണ് നമുക്കറിയാം. പക്ഷേ ഈ വാക്ചാതുര്യം എവിടെ നിന്ന് കിട്ടി? ഈ തൻ്റെയുടെ എവിടെ നിന്ന് കിട്ടി? ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? വലയെറിഞ്ഞവൻ്റെ കൈ കൊണ്ട് മുടന്തിനെ പിടിച്ചാൽ അവൻ എങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത്? റിബാന ഹത്തുരാധകന. ശവശരീരത്തിൻ്റെ അടുക്ക ചെന്നുകൊണ്ട് തബീത എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ ഈ ഈ മത്സ്യത്തിൻ്റെ ചൂരുള്ളവൻ്റെ അതരത്തിന് ഇത്ര കരുത്തോ? അവരെല്ലാം കൂടെ പറഞ്ഞു, അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ഇതിലും വലിയ MDA ഏതുണ്ട്, ഇതിലും വലിയ PhD ഏതുണ്ട്, ഇതിലും വലിയ ഹല്ലേലൂയ ബിരുദം ഏതുണ്ട്? they were with Jesus. അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി പറയട്ടെ, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഞങ്ങളുടെ പാസ്റ്ററുടെ ഗുണം, യേശുവിൻ്റെ കൂടെ നടക്കുന്നതാ ഞങ്ങളുടെ സഭയുടെ ശ്രേഷ്ഠത. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ദൈവമക്കളെ ഇന്ന് രാത്രി. അല്ലെങ്കിൽ ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ഞങ്ങളുടെ വിശ്വാസം ഒന്ന്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്താ? ഹല്ലേലൂയ. ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ യേശുവിനെ പോലെ സ്വഭാവമുള്ള ഞാൻ മണ്ണ് വിട്ട് കഴിയുമ്പോൾ രൂപത്തിൽ യേശുവിനെ പോലെയാ. ഇതാ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കണം. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി പറയണം, ഈ കോലമൊക്കെ മാറി ഒരു ദിവസം ഞാൻ യേശുവിനെ പോലെ സുന്ദരനായി മാറും.
സുന്ദര രൂപനെ ഞാൻ കാണും, മേഘം അതിൽ കാണുമെന്ന് സവാഹ്യത്തിന് അവസാനം പാടിയ മാത്രം പോരാ, ദൈനംദിനം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ മുടി പിന്നിക്കെട്ടുമ്പോൾ, തല ചീകി മിനുക്കുമ്പോൾ, മുഖത്ത് വഴി കിട്ടുന്നൊക്കെ വാരി തേക്കുമ്പോൾ, ഹല്ലേലൂയ വസ്ത്രം ഉടയാതെ ധരിക്കുമ്പോഴൊക്കെ വിളിച്ചു പറയണം, വൺ ഡേ ഐ വിൽ ബി ലൈക്ക് ജീസസ്, യേശുവിൻ്റെ പോലെയാകും. അത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. 90 വയസ്സുള്ള 98 വയസ്സുള്ള എരിയുന്ന എണ്ണയ്ക്ക് എരിയുവാൻ കഴിയാത്ത, പത്മോസിലെ ഏകാന്തതയ്ക്ക് ചുടുവാൻ കഴിയാത്ത, അലറുന്ന കാട്ടുമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ അടച്ചൽ തിന്നു കൊടുക്കാൻ അലറുന്ന മൃഗങ്ങൾക്ക് കടിക്കുവാൻ കഴിയാതെ സ്വർഗദർശനം കണ്ട യോഹന്നാൻ എഴുതി വെച്ചു. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ എൻ്റെ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഹല്ലേലൂയ ദൈവമക്കളാകുന്നു. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ, അതാ എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എത്ര പേര് ഭക്തന്മാർ ഈ മുറിയിരുന്നു കൊണ്ട് വിളിച്ചു പറയും, വി ഹാവ് എൻ അഷ്വറൻസ് ഓഫ് അവർ ഫെയ്ത്ത്. ഞങ്ങളുടെ വിശ്വാസത്തിന് ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്തെന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ. എത്ര പേര് അതിരം തുറന്ന് വിളിച്ചു പറയും, അല്ലെങ്കിൽ മടി കൂടാതെ വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ യേശു പ്രത്യക്ഷനാകുമ്പോൾ, എൻ്റെ യേശു പ്രത്യക്ഷനാകുമ്പോൾ. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കല്ലറയിൽ ഉറങ്ങുന്നവർ രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ സമുദ്രം തങ്ങളിൽ മരിച്ചവരെ മടക്കിക്കൊടുക്കും, നദി തങ്ങളിൽ മരിച്ചവരെ മടക്കിക്കൊടുക്കും. പൊടിയിൽ ഉറങ്ങുന്ന ചില വിശുദ്ധന്മാർ നിത്യതയ്ക്കായി ഉണർന്നു വരും. ഞങ്ങളും രൂപാന്തരം പ്രാപിക്കും. അന്ന് ഞങ്ങൾ അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്ന കൊണ്ട് അവനോട് സദൃശന്മാരായി മാറും. അവനിൽ ഈ പ്രത്യാശയുള്ള നിലമ്പൂരിൽ കൂടിയിരിക്കുന്ന സകല ദൈവമക്കളും വിളിച്ചു പറയുന്നു, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ ഞങ്ങൾ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു ഞങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ. Praise the Lord, 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 hallelujah. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ആ മുഖത്തൊന്ന് കാണട്ടെ ആ സന്തോഷം. ഒരു ദിവസം ഞാൻ യേശുവിനെ പോലെയാകും. എൻ്റെ വാടിയ മുഖം, എൻ്റെ കോടിയ മുഖം, എൻ്റെ കോട്ടമുള്ള, വാട്ടമുള്ള, നിർജീവത്വമുള്ള, നിന്നയുള്ള, അപമാനമുള്ള, ക്ലേശമുള്ള, പഴിയുള്ള, ചങ്ങലയുള്ള, മറ്റുള്ളവർ കുത്തിമുറിവേൽപ്പിച്ച ഹൃദയമുള്ള ഈ ശരീരത്തിനൊരു മാറ്റമുണ്ടായി. ഞങ്ങൾ യേശുവിനെ പോലെയാകും. അതാ ഞങ്ങളുടെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറയുമ്പോൾ എൻ്റെ സമയം ഇന്ന് അവസാനിക്കും. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് 5 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നിന്നാണ് എൻ്റെ സന്ദേശം. അതിൻ്റെ ഞാൻ മുഖവരെ പറയുന്നതേ ഉള്ളൂ. ശിഷ്യന്മാർ വന്ന് കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരെ പഠിപ്പിക്കുന്ന ചില ആത്മിക പാഠങ്ങളുണ്ട്. ഹൗ ടു ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? ഈ കോവിഡിന് മുമ്പ് വരെ, 2000-ന് മുമ്പ് വരെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കാലമായിരുന്നു. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. എന്ത് ആൾക്കൂട്ടമെന്നറിയാം. 5 ലക്ഷം 10 ലക്ഷം ഒക്കെ മണിക്കൂറിന് ഫീസ് കൊടുത്തിട്ട് എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ കുടുംബം നന്നാക്കാം, എങ്ങനെ ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്താം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ആപ്തവാക്യമുണ്ടായിരുന്നു, ബി പോസിറ്റീവ്. എല്ലാറ്റിനും എന്തായിരിക്കണം? ബി പോസിറ്റീവ്. ബ്ലഡ് ഗ്രൂപ്പ് അല്ല പറഞ്ഞത്, നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. 2020 മാർച്ച് മാസം 8-ാം തീയതി തൊട്ട് പോസിറ്റീവ് എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. ടെസ്റ്റിന് പോയാൽ നെഗറ്റീവ് എന്ന് കേൾക്കണം എന്നായിരുന്നു എല്ലാവർക്കും. അതോടുകൂടി മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ പകുതി ആംബിയർ പോയി. ഇപ്പം അധികം ഇല്ല, ഉണ്ട് ബി പോസിറ്റീവ് എന്ന് കുറവാണ്. പക്ഷേ അന്നും ഇന്നും വിശ്വാസത്തിൽ ബി പോസിറ്റീവ് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് രോഗം എന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാലും, ദേഹം ദുഃഖത്താൽ തകർന്നാലും, എല്ലാം പ്രതികൂലമായാലും ഞങ്ങളുടെ യാത്രയുടെ പേര് വിശ്വാസയാത്രയാണ്. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പേര് വിശ്വാസ കപ്പലെന്നാണ്. ഓളങ്ങൾ എന്മീതെ കവിഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ആ ബോട്ടിൽ ഇന്നും സുഖമായിട്ടുണ്ട്. എത്ര പേർക്ക് വിളിച്ചു പറയാം, ദൈവദാസി ഹല്ലേലൂയ. പ്രശ്നമില്ലാഞ്ഞിട്ടല്ലല്ലോ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടാണോ പ്രാർത്ഥിച്ച്? 2024 ഈ ഡിസംബർ മാസം 3-ാം തീയതി രാത്രി വരെ പ്രാർത്ഥിച്ച സകലത്തിനും മറുപടി കിട്ടിയിട്ടൊന്നും അല്ലല്ലോ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്തവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ആഗ്രഹിച്ച വീടിൻ്റെ പണി പൂർത്തീകരിക്കാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ, ഉള്ള സ്ഥലം പോയി കിട്ടിയവർ ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ എൻ്റെ കയ്യടി കുറഞ്ഞില്ലല്ലോ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന്? നിങ്ങളുടെ പാട്ടിൻ്റെ താളം തെറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ആരാധനയുടെ ചൂട് കുറഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ മധുരം കുറഞ്ഞില്ലെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ ഈ മണ്ണിലല്ല ചവിട്ടി നിൽക്കുന്നത്, സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാ നിങ്ങൾ ക്രിസ്തുവിനെ പാടിയത്, നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിച്ചത്. നിങ്ങളുടെ സ്തോത്രത്തിന്, നിങ്ങളുടെ പാട്ടിന് ദൂതന്മാരുടെ രുചിയുണ്ട്. കാരണം നിങ്ങൾ ഭക്ഷിക്കുന്ന അട മനുഷ്യൻ്റെ കൈ തൊട്ട അടയല്ല. ഹല്ലേലൂയ. എലിയാവെന്ന കരുത്തനായ മനുഷ്യൻ വിരൽ ചൂണ്ടിയാൽ ആകാശം അടയും. മഴ പിന്നെ നിൽക്കത്തില്ല 3.5 വർഷത്തേക്ക്.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരാ ഇന്നലെ പ്രാർത്ഥിച്ച് നിർത്തിയത് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ കൊന്നനിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനും പാസ്റ്റർ KC തോമസോട് ഇപ്പോൾ നിലമ്പൂരോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നാളെ അങ്ങ് എത്തിക്കോളാം, പാസ്റ്ററെ പ്രാർത്ഥിച്ചോളാം. ഞാൻ മുട്ടൽ നിൽക്കുക മഴ നിൽക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതിശയോക്തിയൊന്നും പറയല്ല, എന്നോട് പറഞ്ഞ ദൈവദാസനുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥന വീരനാണെന്ന് സ്ഥാപിക്കുന്നല്ല, പക്ഷെ ഇന്നും നിങ്ങൾ കരമുയർത്തിയാൽ ആകാശം അടയും. 5.5 അടി പൊക്കമുള്ള യോശുവയുടെ കൈയുടെ മുമ്പിൽ മാത്രമല്ല സൂര്യൻ നിൽക്കുന്നത്, പാസ്റ്ററെ ചന്ദ്രൻ നിൽക്കുന്നത്. നിങ്ങൾ കൈ ചൂണ്ടിയാലും നിൽക്കുമെന്ന് വിശ്വസിച്ച് വിളിച്ച് പറഞ്ഞാട്ട് അഭിഷക്തന്മാരെ, നിങ്ങൾ വിരൽ ചൂണ്ടിയാലും അശുദ്ധ ശക്തികൾ അവിടെ നിൽക്കുമെന്ന് തൻ്റെ ഇടമുള്ള എത്ര അഭിഷിക്തന്മാർ ഈ മുറിക്കകത്തുണ്ട്. നീ വരയ്ക്കുന്ന വര മുറിച്ചു കിടക്കുവാൻ, നീ വരയ്ക്കുന്ന അതിര് മുറിച്ചു കിടക്കുവാൻ ഈ പട്ടണഭൂതങ്ങൾക്ക് പ്രാപ്തിയില്ലെന്ന് അഭിഷിക്തന്മാർ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കണം. അല്പസമയം ആദ്യം മറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ നിറവാൽ ഞാൻ വരയ്ക്കുന്ന വര, ഞാൻ മുറിക്കുന്ന മുറിച്ചു കിടക്കുവാൻ പ്രാപ്തിയുള്ള കെൽപ്പുള്ള ഒരു പട്ടണഭൂതങ്ങളും ഇവിടെ ഇല്ല. അത് ആത്മീയ ലോകത്തിലെ വേഷം കെട്ടാണെങ്കിലും അന്ധകാരത്തിൻ്റെ ശക്തിയാണെങ്കിലും അതിൻ്റെ അടിവേരുകളെ മുറിച്ചു മാറ്റുന്ന ഒരു അഭിഷേകത്തിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. ശക്തിയോടെ എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ഈ പട്ടണം കേൾക്കട്ടെ, ഈ പന്തൽ മുഴങ്ങട്ടെ. പതുങ്ങി നിന്നും ഒളിഞ്ഞു നിന്നുകൊണ്ട് ദൈവസഭയെ മുടിച്ചു കളയുവാൻ, അതിന്റെ അടിവേര് മാന്തിയെടുക്കുവാൻ അലറി വീഴുന്ന സിംഹത്തിന്റെ അതിരത്തെ അടയ്ക്കുന്ന അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഈ പന്തലിൽ നിറഞ്ഞു കവിയട്ടെ. ീബല രഗാന വലക്ഷര 850 അശുദ്ധ പ്രവാചകന്മാർ അലറിപ്പാഞ്ഞുകൊണ്ട് അവരുടെ താളവും മേളവും തപ്പും മുഴക്കിക്കൊണ്ട് തീയിറങ്ങണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ചിറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പാടിയതും തുള്ളിയതും ഒക്കെ ചെയ്തത്. പക്ഷേ ഭക്തൻ കരുത്തോടെ പ്രാർത്ഥിച്ച് തീയിറക്കിയവനാ. എൻ്റെ പ്രസംഗ വിഷയം ഏലിയാവിൻ്റെ കഥയല്ല. ഹല്ലേലൂയ. യോർദാൻ അടിച്ചു മുറിക്കാനൊക്കെ പ്രാപ്തിയുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂരച്ചുരുടെ കീഴിൽ കിടന്നുകൊണ്ട് പറയുക മരിക്കണം. കാരണം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആൻറ്റി അയച്ചതാണ്. ഹല്ലേലൂയ. ഇസബേൽ ആൻറ്റി ടെക്സ്റ്റ് അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാലേ പിള്ളേർക്ക് മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ. നാളെ ഈ നേരത്ത് എന്ത് കാണത്തില്ല? തല കാണത്തില്ല. പാസ്റ്റർ അങ്ങ് ക്ഷീണിച്ചു. ഹല്ലേലൂയ. എൻ്റെ ഭാഷയെ പറയും, ഞാനൊരു പാസ്റ്ററായിട്ട് പറയാണ്. ഭാര്യയോട് പറഞ്ഞിട്ട് ഇനി ഞാൻ സഭായത്തിന് അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാണ് പോകുന്നത് ഇനി? കാരണം അവരങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്തിനാണ് പോകുന്നത്? എൻ്റെ ദേവദാസി നാട്ടുകാരും വീട്ടുകാരും സഭക്കാരും പറഞ്ഞതൊക്കെ വെച്ച് ചേർത്താൽ ചൂരച്ചെടിയുടെ ചോട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു ഇവർ. ഇവർ എൻ്റെ കൂട്ടത്തിലുണ്ടേ. അവിടെ തന്നെ വീട് കെട്ടി താമസിക്കേണ്ടവരാ. പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ജയിച്ചവരാണ്. അവരെ പൊക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങളെ ഓരോരുത്തരും ചൂണ്ടാൻ ബുദ്ധിമുട്ടാണ്ട് ഇവരെ മൊത്തം ചൂണ്ടിയെന്നേ ഉള്ളൂ. ഹാലല്ലേ നിങ്ങൾ അവിടെ കിടക്കുകയാണ്. അപ്പം വേണമെങ്കിൽ, കാരണം 2.5 വർഷം സമൃദ്ധമായി കഴിച്ചതാ കാക്ക അപ്പം ഇറച്ചി കൊണ്ടുകൊടുത്ത്. ഇനി നിങ്ങളുടെ ഭാഷ കപ്പ ഇറച്ചി ആയിക്കോട്ടെ, എന്തുവായാലും സാധനം കൊടുത്തല്ലോ. ഹല്ലേലൂയ. എങ്ങനെയാ കൊണ്ടുകൊടുത്ത്, എത്ര കാക്ക പറഞ്ഞത്, അതൊക്കെ നമുക്ക് പഠന വിഷയമായി. ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അങ്ങ് ഏതായാലും വയറ് നിറച്ച് 2 നേരം ആഹാരം കൊടുക്കുന്ന കാക്ക, ആ കാക്ക ഇപ്പോഴല്ല, അതിൻ്റെ പിള്ളേരുണ്ടല്ലോ, അടുത്ത ഫാമിലി ഉണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ എവിടെ വരാം. പറഞ്ഞാട്ടച്ചാ, ചൂരച്ചിരിയുടെ കീഴിൽ വരാൻ കാക്കയ്ക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല, വേണേൽ കൊടുത്തു വിടാം. പക്ഷെ കാക്ക വന്നാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഹല്ലേലൂയ. പിന്നെന്തിനാ പറയുന്നത്? ഹല്ലേലൂയ. സരേഫാത്തിലെ വിധവയുടെ മകൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുപ്പിച്ചല്ലേ. ഇപ്പം അത്യാവശ്യം നടക്കാനും പിടിക്കാനും ഓടാനൊക്കെ പ്രായമുണ്ടല്ലോ. അവൻ്റെ വേണമെങ്കിൽ അവിടെ ദോശ ഇഷ്ടം പോലുണ്ട്, ദോശയും ചമ്മന്തിയും വേണേൽ കൊടുത്ത് വിടാം. പക്ഷെ പ്രശ്നം തീരത്തില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ കൈ തൊടാത്ത റിബാല ഹത്തുരാതകൻ വിധവയുടെ വീട്ടിലെ അടുക്കളയിൽ ചുട്ട ദോശയും കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇതൊന്നും. ഹല്ലേലൂയ. പിരിച്ചാലും ഫണ്ട് കൂട്ടിയാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. കാക്ക പറന്നു വന്നാൽ, ഒരു അസാധാരണ വഴി തുറന്നെന്ന് സാക്ഷ്യം പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. ഇവിടെ മനുഷ്യന്റെ കൈ തൊടാത്ത സ്വർഗത്തിന്റെ അട നിന്റെ ആദരത്തിൽ തൊട്ടെങ്കിലേ വീണ്ടും ശുശ്രൂഷയിലേക്ക് മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. എനിക്കത് അഭിമാനമാ, അതെന്റെ അനുഭവമാ. ഇന്ന് രാത്രി പറയുന്നു. അതുകൊണ്ടാണ് നാളെ 24 മണിക്കൂറിനുള്ളിൽ നിന്റെ തല കാണത്തില്ലെന്നൊരു സുവിശേഷത്തിന് നേരെ വിധി എഴുതിയ
നിനക്ക് ലോകം വെച്ച ഔദിയെ സ്വർഗം വെട്ടിത്തിരുത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഡോക്ടർ വെച്ച ഔദിയെ, ഹല്ലേലൂയ, വീട്ടുകാർ വെച്ച ഔദിയെ, സഭക്കാർ വെച്ച ഔദിയെ വെട്ടിത്തിരുത്തിക്കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ദൂത് പറയുന്നു. ഏറിയ ദൂരം. എത്ര പേര് വലങ്കരം ഉയർത്തി പറയും? ഏറിയ ദൂരം. ഇനിയും ഏറിയ ശുശ്രൂഷ, ഇനിയും ഏറിയ അത്ഭുതങ്ങൾ, ഇനിയും ഏറിയ ദൈവകൃപ, ഇനിയും പാടും, ഇനിയും ആരാധിക്കും, ഇനിയും ഓടും. ഞാൻ ഉള്ളിടത്തോളം യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. അകത്ത് മുറിവേറ്റ ചില മുറിവുകൾ ഇന്ന് രാത്രി എണ്ണ ഒഴിച്ചുണക്കുന്നത് പോലെ ആരുടെ അകത്ത് ശത്രു വെട്ടിയ മുറിവ്, ലോകം കെട്ടിയ മുറിവ്, ആത്മീയരുടെ വേഷം പകർപ്പ് വെട്ടിയ മുറിവ് ഇന്ന് രാത്രി തുന്നിക്കെട്ടുന്ന പോലെ ഉണങ്ങുന്ന രാത്രിയാ. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരവേഗത്തിൽ പായുന്ന ഏലിയാവിനെ കണ്ടോ? ആഹാബിന്റെ രഥങ്ങൾക്ക് മുമ്പിൽ നീ കുതിച്ചു പായുന്നത് കണ്ട് ഹല്ലേലൂയ കണ്ണ് തള്ളിപ്പോയവരുടെ സമൂഹത്തിൽ നിന്റെ കിടപ്പ് കണ്ട് കൈകൊട്ടിച്ചിരിക്കുവാൻ നിൽക്കുന്ന ഇസബേലെ ശക്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ ശാസിച്ച് വീണ്ടും നീ ഓടും. നീ വീണ്ടും ഓടും, വീണ്ടും ശുശ്രൂഷിക്കും. ഏലിശമാരെ നീ പുറത്തെടുക്കും, യേഹൂമാരെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട് ഈ കൈക്ക് ഇനിയും കരുത്ത്, ഈ കാലുകൾക്ക് ഇനി ബലം, ഈ കണ്ണുകൾക്ക് ഇനി ദർശനം, ഈ കാതുകൾ ഇനി ശബ്ദം കേൾക്കും. ഈ നാവ് കൊണ്ട് ഞാൻ പാടും, ഈ നാവ് കൊണ്ട് ഞാൻ പ്രസംഗിക്കും. ഇനി ഓടും ഏറെ ദൂരം. പന്തലിന്റെ അങ്ങേ അറ്റം വരെ മുടങ്ങട്ടെ. A journey is great too for you. ഇന്ന് രാത്രി a great journey. ഏറിയ ദൂരം, ഏറിയ ദൂരം, ഏറിയ ദൂരം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്. ഏറിയ ദൂരം. ഞാനും നിങ്ങളും അനുഭവിച്ച കഷ്ടതയുടെ 100-1 അനുഭവിച്ച പലരും ഇന്ന് വിശ്വാസത്തിലില്ല. വിശ്വാസമാണല്ലോ നമ്മുടെ വിഷയം. ഞാനും നിങ്ങളും കേട്ട നിന്നയുടെ അപമാനത്തിൻ്റെ അയൽവക്കം കണ്ടവർ പുസ്തകം താത്ത് വെച്ചിട്ട് വീട്ടിൽ പോയെന്ന്. ഇന്നും നിങ്ങൾ കൃപയെ നിൽക്കുന്നെങ്കിൽ അതിനൊരു കാരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാം. ബാക്കി ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ 2 വാക്യേ വായിച്ചിട്ടുള്ളൂ. ഞാൻ പുസ്തകം മടക്കി കഴിഞ്ഞാൽ പ്രസംഗം തീർന്നു. പ്രൈസ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അല്പസമയം. പ്രാരംഭ ദിവസമല്ലേ. ഹല്ലേലൂയ. എന്താ വിശ്വാസത്തിൽ തകർന്നു പോകാഞ്ഞത്? ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പെന്തക്കോസ്തുകാർക്കെല്ലാം തെളിവ് വേണമല്ലോ. തെളിവില്ലാതെ നമ്മൾ ഹല്ലേലൂയ. സാക്ഷി വേണം, തെളിവ് വേണം, കയ്യൊപ്പ് വേണം, കൂടെ നിൽക്കുന്ന ആൾ വേണം, ഒപ്പ് വേണം, സീല് വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് സീലിട്ട് പറയാൻ പോകും, ഒപ്പുമൊക്കെ വെച്ച് പറയാൻ പോകും. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാവരുടെയും ആവേശമല്ലേ ഇത്. പറഞ്ഞ് സാക്ഷ്യം പറയാത്തതും ആവേശം കൊള്ളാത്തതും തീച്ചൂളയും നെബൂഖദ്നേസറും ഒക്കെ ഇല്ലാത്ത പ്രസംഗമുണ്ടോ? ഇല്ല, എന്തൊരു ആവേശമല്ലേ. ഹല്ലേലൂയ. 3 എബ്രായ ബാലന്മാർ ഹല്ലേലൂയ ദൂരാ സമഭൂമിയിലെ തിളക്കമുള്ള സ്വർണ്ണബിംബത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു വണങ്ങടാ വണങ്ങടാ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തൊരു തിളക്കമാ. തേജോമനായ ദൈവത്തെ കണ്ടവരാ ഞങ്ങൾ. ഈ മണ്ണിനും ഹല്ലേലൂയ പൊന്നിനും ഒന്നും ഞങ്ങളുടെ ഈ കണ്ണിലെ തിളക്കം മാറ്റാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഹല്ലേലൂയ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കടന്നിറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടുകൊണ്ട്. അതും മരിക്കുന്നതിൻ്റെ തലേന്നും ഞങ്ങളുടെ വല്യപ്പച്ചനെ അബ്രഹാം പറഞ്ഞു അടിസ്ഥാനമുള്ള അല്ലെങ്കിൽ വലിയൊരു ദേശം ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ബാബേലിൽ കെട്ടിപ്പൊക്കുന്ന ഗോപുരങ്ങളോ ഈ മണ്ണിലെ മോഹങ്ങളോ ദേവദാസൻ ഓർപ്പിച്ച കണക്ക് ഹല്ലേലൂയ അമാഹല്ലേലൂയ സോദോം രാജാവ് വെച്ച് നീട്ടുന്ന താൽക്കാലിക ഭോഗങ്ങൾക്കൊന്നും മുമ്പിൽ കണ്ണ് മഞ്ഞളിച്ച് പോകത്തില്ല. ഹല്ലേലൂയ തപ്പും മേളവും താളവും ഒക്കെ വണങ്ങുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വണങ്ങിക്കോണം. ഹല്ലേലൂയ കാണുന്നിടത്തൊന്നും തല കുനിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾ സത്യാരാധനക്കാരൻ. ഹല്ലേലൂയ മേളം കണ്ടുകൊണ്ട് കൈകൊട്ടുന്നവരല്ല ഞങ്ങൾ. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചത്, ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, മറുവശമുണ്ട്. മറുവശത്തെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് വേറൊരു വശം എബ്രാഹിമിൻ്റെ കാര്യമാണ്. കാരണം എബ്രാഹിം മറിച്ചിടാത്ത ദോശ. എബ്രാഹിം ഒരു വശം നല്ലപോലെ വെൽ കുക്ക്ഡ്, ഇപ്പം തേനൊഴിച്ച് സാമ്പാർ ഒഴിച്ച് കഴിക്കാം. തിരിച്ചു നോക്കിയപ്പോഴാണ് പച്ചമാവിൻ്റെ മണം മാറിയിട്ടില്ല. പച്ചമാവിൻ്റെ മണം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്ന് തിരിച്ചിടാൻ ശ്രമിക്കുന്നത്. അങ്ങേ വശം ഓക്കെ ഹല്ലേലൂയ. ഈ വശം കൂടെ ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്ക് സ്വാദോടെ കഴിക്കാമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ 3 ബാലന്മാർ പറഞ്ഞു ഞങ്ങളെ ഹല്ലേലൂയ പോകത്തില്ല. കാരണം ഞങ്ങളുടെ പിതാക്കന്മാരോട് ഞങ്ങളോട് വന്ന് മോശ പറഞ്ഞു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നട്ടുണ്ടാക്കാത്ത കിണർ, വെക്കാത്ത വീട്, കുഴിക്കാത്ത കിണറൊക്കെ കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി ഇതല്ല നമ്മൾ പറയുന്നത്. എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഞങ്ങൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പാല്, തേന്, ഹല്ലേലൂയ മുന്തിരിക്കൊല, ഹല്ലേലൂയ മാതളനാരം ഇതൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കും.
പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് നമ്മൾ ജനത്തെ പുറത്തിറക്കുന്നത്, അല്ലാതെ 10 വെച്ച 100 കിട്ടുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചല്ല ജനത്തെ ദൈവസഭയിലേക്ക് ആകർഷിക്കേണ്ടത്. കൺവെൻഷൻ ആള് കൂടിയതല്ല നമ്മുടെ വിഷയം, കൺവെൻഷൻ ആരിറങ്ങി വന്നു എന്നുള്ളതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ദൈവദാസന്മാര് ഇവിടെ വന്നതിനേക്കാൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്വപ്നം എൻ്റെ യേശു ഇതിൻ്റെ നടുക്കുണ്ടല്ലോ. പുരബാൽ അവനെ കണ്ട ഞങ്ങൾ പാടിയത്, അവൻ്റെ മുഖം കണ്ട കൈയടിച്ചത്, അവൻ്റെ വായിന്ന വചനം കേൾക്കുന്നത്, അവനിൽ നിന്നാണ് ഞങ്ങൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്ക, എൻ്റെ ജനത്തെ യാഗം കഴിക്കാൻ വിട്ടയക്ക, എൻ്റെ ജനത്തെ യഹോവയ്ക്ക് ഉത്സവം കഴിക്കാൻ വിട്ടയക്ക. ഇതാ കൊട്ടാരത്തിൽ മുഴങ്ങേണ്ടത്, ഇതാ തലമുറയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. എന്തിനാ ഞങ്ങൾ വേർപെട്ടത്? ജീവനുള്ള, വിശുദ്ധിയുള്ള, സത്യവാനും നീതിവാനുമായ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ. ഹല്ലേലൂയ. പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സഹോദരങ്ങളെ കൽപ്പന അനുസരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ കയ്യും കാലും കെട്ടി അവരെ കൊണ്ടുവന്ന് 7 മടങ്ങ് ഉള്ള തീച്ചുളയിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന ആ ചിത്രം നിങ്ങളുടെ മുഖത്തേക്കൊന്ന് വന്നാട്ട്. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ തീച്ചുളയല്ല ഇത് ഒറിജിനൽ സാധനം. ഹല്ലേലൂയ. ആരാ കൊണ്ടുപോയത്? നെബൂഖദ്നേസറിന്റെ പട്ടാളത്തിലെ ബലശാലികൾ. കാരണം ഇവരെ പൊക്കാനൊക്കെ ആരോഗ്യമുള്ളവർ. അവിടെ വായിച്ചത് എന്താണ്? രാജാവിൻ്റെ കൽപ്പന അതികഠിനമാകയാലും തീച്ചുളയുടെ ചൂട് വലുതാകിയാലും അവരെ എറിഞ്ഞവർ കരിഞ്ഞുപോയി. അവന്മാർ തീക്കാത്തൊന്നും വീണില്ല കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാൻ റെഡിയായിരിക്കും. അവന്മാർ തീക്കാത്തൊന്നും വീണില്ല, തീയുടെ അടുത്തൂടെ പോയതേ ഉള്ളൂ. പൊള്ളാതിരിക്കാൻ വേണ്ടി ദൂരേന്ന് വലിച്ച് എറിഞ്ഞത്. പക്ഷെ തീയുടെ ചൂട് കൊണ്ട് ഇവന്മാർ കരിഞ്ഞുപോയി. വീണവരോ? അവിടെ എൻ്റെ വിഷയം. വിശ്വാസത്തിൻ്റെ കരുത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. വീണവരോ? ഹല്ലേലൂയ, താണ്ട് സുഖമായിട്ട് നടക്കുന്നു അതിനകത്ത്. അപ്പം രാജാവ് പറഞ്ഞതാണ് ഇന്ന് രാത്രി എൻ്റെ സമാപന സന്ദേശം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വിശ്വാസത്തിൻ്റെ കരുത്ത്. നമ്മൾ 3 പേരെയല്ലോ തീക്കകത്തിട്ടത്. ഞാൻ 4ാമത് ഒരാളെ കാണും. ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞാട്ട്, ഞാൻ അനുഭവിച്ച കഷ്ടതയുടെയും ദുഃഖതയുടെയും വേദനയുടെയും അടുത്തൂടെ പോയ പലരും ഇന്ന് വിശ്വാസത്തിലില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഒരു 4ാമൻ ഇറങ്ങി വന്നു. എല്ലാ കണ്ണുടച്ച് പ്രാർത്ഥിക്കാൻ റെഡിയാക്കി. പാട്ടുക പാടുന്ന ദൈവദാസന്മാർ മുന്നോട്ട് വന്നാട്ട്. നിങ്ങൾ ഒരിക്കൽ പാട്ട്